പലരും പറഞ്ഞറിഞ്ഞൊക്കെ ആയിട്ട് മീഡിയ വഴി അറിഞ്ഞവരൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. പിന്നെ എഞ്ചിനീയറിംഗ് കോളേജിലെ കുറച്ച് അധ്യാപകരുണ്ട്, IHRDയിലെ യൂണിവേഴ്സിറ്റിയിലെ കുറേ സ്റ്റാഫുണ്ട്. അങ്ങനെ അവരൊക്കെ തരുന്ന മാസം എല്ലാവരും ഒരു ചെറിയ തുക വീതം തരും. ഞാനത് പോയി വാങ്ങും. അങ്ങനെ ശരിക്കും നടന്നു പോകുന്നില്ല. നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ വീട്ടിലെപ്പോഴും അടിയൊക്കെയാ, വഴക്കുക. അമ്മ വന്നിട്ടും അങ്ങനെ അടിയും വഴക്കിനും ഒരു കുറവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്ന സന്തോഷം. ഫസ്റ്റ് ജേർണലിസത്തിനുമാണ് ഇഷ്ടം. അമ്മ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇവിടെ 2 പിള്ളേർ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവരോട് അമ്മ പറഞ്ഞ് എന്ന് നിർത്തിയത്. അമ്മയുടെ അടുത്ത് പോവാറുണ്ടോ? പോകാറുണ്ട്. എപ്പോഴും നിങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് തന്നെയല്ലേ ഇവിടെ എല്ലാ ജോലികളൊക്കെ ചെയ്യുന്നത്? നീതിക്കു വേണ്ടിയുള്ള പോരാട്ടത്തിൽ സ്നേഹത്തിന്റെ ആയുധമണിയുക എന്നതത്രേ സ്നേഹി ഭവന്റെ ആദർശം. തങ്ങൾക്കു ശേഷവും ഈ പ്രസ്ഥാനം വീണുപോവാതിരിക്കണമെന്ന് സജിനി മാത്യൂസ് ആഗ്രഹിക്കുന്നു. സ്ത്രീ ജന്മത്തിന് ഗർഭാശയത്തിൽ തന്നെ പട്ടട വിധിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ ലോകത്തിലേക്ക് കൺവഴിക്കുന്ന ഓരോ പെൺപുവിന്റെയും സുരക്ഷയെക്കുറിച്ച് അവൾ വേപത്ത് കൊള്ളുന്നു. യേശുവചനം ഓർമ്മിപ്പിച്ചുകൊണ്ട് സജിനി പറയുന്നു, അവർ എന്നിലേക്ക് വരട്ടെ, അവരെ തടയരുത്. നീതിപൂർവമായി ചെയ്ത് കിട്ടേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ഒരു അവകാശം. നമ്മൾ ചോദിച്ചു വാങ്ങുന്നതിനകത്ത് നമ്മളൊരു വേറൊരു മനുഷ്യനെ ദ്രോഹിച്ചിട്ടുണ്ടോ ഒന്നും ചെയ്യാൻ എനിക്കിഷ്ടമില്ല. പിന്നെ ഒരു വശം അങ്ങനെ പറയുന്നെങ്കിൽ പോലും ഒരാളെ ഉപദ്രവിച്ചിട്ട് കിട്ടുന്ന ഒരു നീതിയല്ല നമുക്ക് വേണം. അതുകൊണ്ട് കിട്ടുന്ന അവകാശങ്ങളല്ല. ഞങ്ങളതിന് അർഹരാണ്. ഞങ്ങളും ഈ സമൂഹത്തിലെ മനുഷ്യജീവികളാണ്. ഞങ്ങൾ ഈ മണ്ണിൻ്റെ അവകാശമായതുകൊണ്ട് അത് കിട്ടാൻ ഞങ്ങൾക്ക് അത് തരിക എന്നുള്ളതാണ്. ഗവൺമെൻറ് അത് തരിക എന്നുള്ളതാണ്. അല്ലാതെ അതിനു വേണ്ടി ഒരാളെ ഒരു ഭീകരത ചെയ്തിട്ട് അതിനകത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഒരു പിടിച്ചെടുക്കൽ എന്നുള്ളതിനോട് എനിക്ക് യോജിപ്പില്ല. എൻ്റെ കുട്ടികളാണെങ്കിൽ പോലും ഒരു ചുറ്റും കാസ്റ്റ് ഒരു ഭയങ്കര പ്രശ്നമാണ്. ഇപ്പം ചുറ്റുമുള്ള മനുഷ്യരായിട്ട് കാണാൻ പറ്റാതെ തലത്തിൽ വളരരുതെന്ന് തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എപ്പോഴും മനുഷ്യത്വത്തോടെ ആളുകളെ കാണാനും ആ ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങളും വേണമെന്നുള്ളത് തന്നെ ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങളുടെ ഒരു മോഹം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഒരു സ്വത്വബോധത്തിൽ സ്വയം ജീവിക്കാനുള്ള തൻ്റെ അടുത്തിൽ ഈ സമൂഹത്തിലെത്തി പ്രതികരിക്കുന്ന കുഞ്ഞുങ്ങളാകുക. ഞങ്ങൾ ഈ സമൂഹത്തിൽ ഭാഗമാണെന്നുള്ള ആ ഒരു ധൈര്യത്തോടെ എത്തുക എന്നുള്ളതാണ്. ഇനി ഇതേറ്റ് ഞങ്ങളുടെ കുട്ടികൾ തന്നെ ഈ സ്ഥാപനം ഏറ്റെടുത്ത് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങളൊരു ആഗ്രഹം. ഇതിനകത്ത് ഇപ്പം ഞങ്ങൾ മുഴുവൻ സമയം കാണലല്ലേ, മുഴുവൻ സമയം നിൽക്കാൻ പറ്റില്ലല്ലോ. മുതിർന്നു വരുന്ന കുട്ടികൾ ആ ഒരു തലത്തിലോട്ട് എത്തുന്നുണ്ട്. കാര്യങ്ങളെ ആ ഒരു തലത്തിൽ കാണുകയും അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പ്രാപ്തിയുള്ള കുട്ടികൾ. ആ ഒരു രീതിയിൽ അത് മുന്നോട്ട് പോകണം എന്ന് ഇതൊരു വലിയൊരു സ്ഥാപനം എന്നല്ല, വലിയൊരു കൂട്ടായ്മയുടെ ഒരു ഇതായിട്ട് ഒരു കോമ്പൗണ്ടിൽ കുറേ കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉള്ളൊരു വലിയ ഒരു കോമ്പൗണ്ടും അതിനകത്തുള്ളൊരു വളരെ സൗഹൃദപരമായ ഒരു ജീവിതം ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നടക്കും എന്ന് തന്നെയാണ് ഞങ്ങളൊരു പ്രതീക്ഷ. വേറിട്ട കാഴ്ചകളിൽ ഒരാളെ നിങ്ങൾക്കും അറിയാമല്ലോ. നമ്മിലൊരാളായി, എന്നാൽ നമ്മെ പോലെയല്ലാതെ നമ്മോടൊപ്പം ജീവിക്കുന്ന ഒരാളെ, അവരെ പറ്റി ഞങ്ങൾക്ക് എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: വേറിട്ട കാഴ്ചകൾ, കൈരളി TV, പോസ്റ്റ് ബോക്സ് നമ്പർ 5032, ഫോർട്ട്, തിരുവനന്തപുരം 23.